വാർത്തകളിലേക്ക്. വീട് ജപ്തി ചെയ്തതോടെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് എറണാകുളം ചേരാനല്ലൂരിലെ സൊമാറ്റോ ജീവനക്കാരനായ ഫെമിൻ. വീട് പണിക്കായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് വീട് കാനറ ബാങ്ക് ജപ്തി ചെയ്തത്. 2019 വീടുപണിയുടെ ആവശ്യത്തിനായി കാനറ ബാങ്കിൽ നിന്നും കുടുംബം 9 ലക്ഷം രൂപ എടുത്തത്. കോവിഡും മറ്റു പല പ്രതിസന്ധികൾക്കും ശേഷം വായ്പാ തുക 12 ലക്ഷമായി ഉയർന്നു. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഫെമിനിന്റെ പിതാവിനും കോവിഡിനെ തുടർന്ന് വരുമാനമില്ലാതെയായതോടെ ഫെമിനെ ആശ്രയിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഒരു മാസം മുതലും അതിനു പുറമെ അടവ് തുകയായി 10,000 രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. സൊമാറ്റോയുടെ ഡെലിവറി ജീവനക്കാരനായ ഫെമിന് നിലവിൽ പലിശത്തുക മാത്രമേ അടയ്ക്കാൻ സാധിക്കുന്നുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധികൾ വഷളായതിനെ തുടർന്നാണ് വായ്പാ തുക പകുതി വഴിയിൽ മുടങ്ങിയതെന്ന് കുടുംബം പറഞ്ഞു. ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ ഒന്നുകൂടി എനിക്ക് പണിയാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ മുടങ്ങി. ഇപ്പോൾ ജപ്തി ചെയ്തെങ്ങനെയാണ് കൊറോണക്ക് മുമ്പ് എടുത്തത് 9 ലക്ഷം അടച്ചാണ്. കുറച്ചാഴ്ച അടച്ചത് പലിശ പോയി 9,000 രൂപ അടക്കണമായിരുന്നു. കുടുംബം കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിച്ചുവെങ്കിലും കൃത്യമായ സമയത്ത് പണം അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ല. പല രീതിയിലും കുടുംബത്തിനെ സഹായിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ അൻസാർ പറഞ്ഞു. കോടതി അത് 4 ഗഡുക്കളായിട്ട് അടക്കാൻ പറഞ്ഞിരുന്നു. ഏകദേശം 40,000 രൂപ വെച്ച് 4 ഗഡുക്കളും പിന്നെ ആ മാസം അടക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റും അടക്കണം. പക്ഷെ അത് ലംഘിച്ചെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാങ്കുകാർ പലതവണ അവരായിട്ട് കോൺടാക്ട് ചെയ്തതാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു വളരെ നിരാശാജനകമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞതിലാണ് നമുക്ക് നടപടികൾ ചെയ്യാം. പക്ഷെ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ 2 ദിവസത്തെ ഒരു സമയം പോലും ഞങ്ങൾ ചോദിച്ചിട്ട് അത് എന്തായാലും നടപടി നമുക്ക് ചെയ്യാൻ പറ്റില്ല, കോടതിയുടെ ഉത്തരവാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്തിക്ക് മുന്നേ ഒരാഴ്ചയെങ്കിലും സമയം അനുവദിച്ചിരുന്നുവെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നതായിരുന്നു ഫെമിനിന്റെ അമ്മ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും സെറ്റാവായിരുന്നു. പക്ഷേ അവർ പെട്ടെന്ന് വന്ന് ഒഴിയാൻ പറഞ്ഞു. ആദ്യം വന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ഇപ്പം എന്നത് അറിയിച്ചിട്ടുണ്ടായില്ല. നേരത്തെ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് സെറ്റാവായിരുന്നു. ഒരാഴ്ച സമയം ചോദിച്ചിട്ട് തന്നില്ല. നിലവിൽ താൽക്കാലികമായെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.